അവർ പറഞ്ഞ് നീ കേട്ട, ഒരിക്കലും നീ കേൾക്കരുതെന്ന് കരുതിയ, അതെ, ആ വാക്കുകൾ മുഖാന്തരമുണ്ടായ കണ്ണുനീർ, ആ കണ്ണുനീരിന് കാരണമായ മുറിവ് ദൈവം ഉണക്കി, ആ കണ്ണുനീർ ദൈവം തുടയ്ക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 33, 34 വാക്യങ്ങൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇത് എൻ്റെ മകൻ്റെ അങ്കി തന്നെ, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസേഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. സഹോദരന്മാർ 10 പേർ. മറ്റൊരു സഹോദരനായ യോസേഫിനെക്കുറിച്ച് യാക്കോബ് എന്ന പിതാവിനോട് സാക്ഷ്യം പറയുന്നതാണ് രംഗം. നിൻ്റെ മകൻ നീ പറഞ്ഞ വാക്ക് കേട്ട് ഞങ്ങളുടെ വിശേഷം അന്വേഷിക്കുവാൻ വന്ന വഴിയിൽ അവനൊരു ക്രൂര മൃഗം കടിച്ചു പറിച്ചു കൊണ്ടുപോയി. അവൻ്റെ മാംസമെല്ലാം തിന്നു, രക്തമൊക്കെ വഴിയിൽ ചിതറി. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ശേഷിപ്പ് ഞങ്ങൾക്ക് കിട്ടി, അത് വെച്ച് ഞങ്ങൾ ഉറപ്പിച്ചു അവനാണ്. അത് നിന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തുവാൻ നിൻ്റെ മുൻപിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. വാത്സല്യനിധിയായ പിതാവ് ചങ്ക് പൊട്ടി കരയുന്നു. ആ കേട്ട വർത്തമാനം ശരിയെന്ന് ചിന്തിച്ച് പാസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ജീവിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: 2 വർഷം ഒരു സാധാരണ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം പോലെയുള്ള ഭർത്താവിനെ എനിക്ക് കിട്ടി. അതിലുപരിയായി എൻ്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്, അവൻ പ്രതീക്ഷിച്ചതിൽ നല്ലൊരു കുട്ടി എന്നെ അവന് കിട്ടി. അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങൾ മുൻപോട്ട് വരുന്നു. പെട്ടെന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഞാനുമായി ചെറിയൊരു പ്രശ്നം. അതും ഏതൊരു വീട്ടിലും നടക്കുന്നത് പോലുള്ള പ്രശ്നം തന്നെ. ഞാനിങ്ങനെ സൗന്ദര്യപ്പിണക്കമെന്നും ചെറിയ ചെറിയ പ്രശ്നമെന്നും പറയുമ്പോൾ ചിലർ ചിന്തിക്കും, അയ്യോ അങ്ങനെ കല്യാണം കഴിയുന്നിടത്ത് പ്രശ്നമുണ്ടാകുമോ? കുടുംബത്തിനകത്ത് ഭർത്താവിൻ്റെ വീട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരും ഒക്കെ തമ്മിൽ വഴക്കുണ്ടാകുമോ, പ്രശ്നമുണ്ടാകുമോ? ഇതെല്ലാം ഉണ്ടാകും. നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ളത് തന്നെയാണ്. നമ്മൾ ഓരോന്നിനും അതിനതിൻ്റെ പ്രാധാന്യം മാത്രമേ കൽപ്പിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിതൊരു വലിയ വിഷയമായിട്ട് തോന്നാത്തത്. ഇപ്പോൾ എൻ്റെ വീട്ടിലും ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഈ പറഞ്ഞ സൗന്ദര്യ പിണക്കങ്ങളുണ്ട്. അതിന് ഒരു പരിധിയിൽ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. ഞങ്ങളുടെ 2 പേരുടെ ജീവിതം, ആ ജീവിതത്തിന് മുമ്പിൽ വഴക്കൊന്നുമല്ല, ഞങ്ങളുടെ മക്കളുടെ മുമ്പിൽ വഴക്ക് ഒന്നുമല്ല, സൗന്ദര്യ പിണക്കങ്ങളൊന്നുമല്ല. അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പ്രാധാന്യമുള്ളതായിട്ടുള്ളതുകൊണ്ട് അങ്ങനെയല്ലേ സഹോദരി, അല്ലെങ്കിൽ എന്നേ അടിച്ചു പിരിഞ്ഞ് പോകാനുള്ളതാണ് അല്ലേ? അപ്പോൾ വീട്ടുകാർ തമ്മിലും, ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയുടെ വീട്ടുകാരും തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, ഞങ്ങൾ തുറന്നു പറയേണ്ടി വന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരല്ലേ? പക്ഷേ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞത് തന്നെ, പ്രാധാന്യമുള്ള വേറെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പുറത്തുണ്ട്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരുമായിട്ടും എൻ്റെ ഭാര്യയ്ക്കും അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആസ് യൂഷ്വൽ കോമൺ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊരു വലുതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. അതുകൊണ്ട് തന്നെ ആ സഹോദരി അതിനെയൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഈ സഹോദരൻ അങ്ങ് ഗൾഫിൽ പോയി. എവിടെ? നാട്ടിൽ നിന്ന പുള്ളി അങ്ങ് ഗൾഫിൽ പോയി. വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി. എന്താണ് സംഭവിച്ചത്? പുള്ളിക്കാരിക്ക് ചിന്തിക്കുവാൻ, പ്രിഡിക്റ്റ് ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥ, വല്ലാത്ത സങ്കടത്തിലിരിക്കുന്നു. പെട്ടെന്ന് ചില റൂമറുകൾ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളിൽ നിന്നും അവിടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ താൻ കേൾക്കുകയാണ്. 2 വർഷം കൊണ്ട് ഒത്തിരി പരിചയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിൻ്റെ ഭർത്താവിന് ഇനി നിന്നെ വേണ്ടെന്നാണ് പറയുന്നത്. ആ വീട്ടുകാർ അത് തീർത്ത് പറയുന്നുണ്ട്, പള്ളിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിനക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നില്ല എന്നല്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെന്താണ് കേൾക്കുന്നത്? അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പ്രിയമാതാവേ, മകളുടെ ജീവിതത്തെക്കുറിച്ച്, മകൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഇനി ഫാമിലി ലൈഫിനെ കുറിച്ച് മാത്രമല്ല മറ്റു പല പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്ന ചില റൂമറുകൾ, ചില വാർത്തകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശരിയാണോ? ജോലി നഷ്ടപ്പെടുമോ? അവരുടെയൊക്കെ അല്ലേ? എൻ്റെ മക്കളും അങ്ങനെ പോകുമോ? അവരത് ഉപയോഗിക്കുമോ അവരുടെ ജീവിതത്തിലും? ഒരിക്കലും ഇല്ല. എൻ്റെ മക്കൾ അങ്ങനെ അവരൊരിക്കലും ചെയ്യത്തില്ല. എൻ്റെ കഷ്ടത കണ്ട്, എൻ്റെ കഷ്ടപ്പാട് കണ്ട് വളർന്ന മക്കളല്ലേ, അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവൾ അങ്ങനെ ചെയ്യുമോ? എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ ഇല്ലേ ബ്രദർ? ഇത്രയും കൂടെ നിൽക്കുന്ന, ഇത്രയും
കൂട്ടുകാരെന്നല്ല, സ്വന്തം സഹോദരങ്ങളെക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളവർ, അവരങ്ങനെ ചെയ്യുമോ? ശുശ്രൂഷക വിശ്വാസികൾ അങ്ങനെ ചെയ്യുമോ? അങ്ങനെയൊക്കെ ഉള്ള അല്ലേ ചില വാക്കുകളൊക്കെ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കും, വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന അവസ്ഥ. കർത്താവ് പറയുന്നേ, ഈ അവസ്ഥയ്ക്കപ്പുറം ഒരു മുൻപോട്ട് പോക്ക് നിങ്ങൾ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇവിടെ വച്ച് ചില റൂമറുകളെ, നിങ്ങൾ ഭയപ്പെടും വിധത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില റൂമറുകളെ യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഭയപ്പെടുത്തുകയും ഉത്കണ്ഠപ്പെടുത്തുകയും ചെയ്യുന്ന ചില റൂമറുകളെ, ജോലി നഷ്ടപ്പെടുമെന്ന ആ റൂമർ, അത് വെറും റൂമറാണ്. നിൻ്റെ കുടുംബം ചിതറിപ്പോകും, ഭർത്താവ് ഉപേക്ഷിക്കും, ഭാര്യ വേണ്ടെന്ന് വയ്ക്കും, നോ, അത് റൂമറാണ്. അത് ഞാൻ ക്യാൻസൽ ചെയ്യുക യേശുവിൻ നാമത്തിൽ. മാതാവ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. നിൻ്റെ മകൾ ഒറ്റയ്ക്ക്, നോ, അത് സംഭവിക്കത്തില്ല, അത് റൂമറാണ്. യെസ് ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ ഏറ്റെടുക്ക്, അത് റൂമറാണ്. ജപ്തിയാകുമെന്ന് കേട്ടത്, നോ, സംഭവിക്കത്തില്ല, നോ. ആ ചിന്തയെ മാറ്റ്, അടയ്ക്കുവാനുള്ള ചിന്തയെ മാറ്റ്. ആ റൂമർ ഞാൻ ക്യാൻസൽ ചെയ്യുക. ആരുടെ വായിൽ നിന്നാണോ കേട്ടത്, എത്ര വിശ്വാസയോഗ്യമായ വ്യക്തിയാണോ അത് പറഞ്ഞത്, നോ, അത് റൂമറാണ്. നിനക്ക് റൂമറാണ്, ലോകത്തിനല്ല, നിനക്കത് റൂമറാണ്. ആ വാക്കുകളെ നസ്രനായ യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നോട് സംസാരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതേ വാക്കുകളെ ആവർത്തിച്ച് പറയുവാൻ പറയുന്നു. ആ റൂമറിനെ ഞാൻ ക്യാൻസൽ ചെയ്യുക. അങ്ങനെ സംഭവിക്കത്തില്ല, നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ല. അത് വെറും റൂമറാണ്, അത് വെറും റൂമറാണ്. യെസ്, ആമേൻ. അപ്പോൾ അങ്ങനെ ആ റൂമർ കേട്ട് ഭയന്നിരിക്കുന്നു. പെട്ടെന്ന് വീട്ടിലൊരു ലെറ്റർ വരുന്നു, ഒരു വക്കീൽ നോട്ടീസ്, എനിക്കിനി നിന്നെ വേണ്ട. അത് കഴിഞ്ഞ് 4 വർഷം, ഏകദേശം 3 വർഷമാകുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ ആ സഹോദരി തൻ്റെ മാതാവ്, പിതാവ്, സഹോദരൻ, വൈഫ്, കുഞ്ഞ് അവർ അങ്ങനെ ടീമായിട്ട് കടന്നു വരുന്നത്. ദീർഘനാളുകളിൽ പ്രഭാതമൻ എന്ന നമ്മുടെ വചന ശുശ്രൂഷ അനുഭവിച്ചതിന് ശേഷം അവർ കടന്നു വരികയാണ്. അവർ പറഞ്ഞത് 3 വർഷമായി ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. വക്കീൽ നോട്ടീസ് വന്നു, അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു, അവർക്ക് വേണ്ട, നോ. പുള്ളിക്കാരനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയുമില്ല, ഒരു പിടിയും കൊടുക്കുന്നില്ല, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ആ സഹോദരി ആ ഉത്കണ്ഠയുടെ അവസ്ഥയിലാണ്, റൂമറുകളെന്ന് ചിന്തിച്ചിരിക്കുന്നു. പക്ഷേ ആ സഹോദരിയുടെ വീട്ടുകാർ അവർ കുറച്ചുകൂടെ റിയാലിറ്റിയിൽ നിൽക്കുകയാണ്. അവർ ഉറപ്പിച്ചു പുള്ളി ഒഴിവാക്കിയതാണ്, ഇനി ബാക്കി കാര്യങ്ങളുമായി മുൻപോട്ട് പോകാം. പക്ഷെ മകളിങ്ങനെ ഒരവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട്, ആ റിയാലിറ്റിയിലേക്ക് അവൾ ഇറങ്ങി വരാത്തത് കൊണ്ട് അവർക്ക് അതിനു വേണ്ടി പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവരും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് ഈ വാക്കുകളെ, തുടർന്നുണ്ടായ കണ്ണുനീർ, അതൊരു ഭയങ്കര ഡ്രോമയാണ്. ആ മകളുടെ ജീവിതത്തിൽ, ആ ഫാമിലിയിൽ അതൊരു വലിയ ട്രോമ. ആ ട്രോമ വരുത്തിയ കണ്ണുനീരിന് ദൈവം അറുതി വരുത്തുവാൻ പോകുന്നു. ഞാനത് പറഞ്ഞു. ആ മാതാപിതാക്കൾക്ക് എത്ര അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വലിയ സന്തോഷമായി. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അവർക്കും വലിയ സന്തോഷമായി. കാരണം ആ മകൾ പിന്നത്തേതിൽ ആ പിതാവ് വിളിച്ച് പറഞ്ഞത്, സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തിരിച്ചുപോയ ആ മകൾ വിവാഹത്തിന് മുമ്പ് ആ അപ്പനോട് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങി ഭക്ഷിക്കും. തിരികെ ഇവിടെ നിന്ന് അവർ 3 ജില്ല കഴിഞ്ഞാണ് പോകുന്നത്. അവരുടെ വാഹനത്തിലാണ് വന്നത്. ആ മകൾ വർഷങ്ങൾക്ക് ശേഷം തനിക്കിഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം തൻ്റെ അപ്പൻ്റെ അടുത്ത്, അപ്പൻ്റെ ആ കൊച്ചു മകളായി മാറി വാങ്ങിച്ച് തിന്ന് സന്തോഷത്തോടെയാണ് പോയത്. ചില വാക്കുകൾ, നിങ്ങളൊരു ശുശ്രൂഷകരിൽ നിന്ന് കേൾക്കുന്ന ചില വാക്കുകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ കേട്ടുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ലോർഡ്. നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന വാക്ക് പറയുവാനും നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വാക്ക് പറയുവാനും ലോകത്തിന് കഴിയും. ലോകത്തിന് അതാണ്, അതേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു നിമിഷം ലോകത്തിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ. നിങ്ങൾ കേൾക്കുന്ന വാക്കുകളിൽ, വാർത്തകളിൽ 90% നിങ്ങളെ ആകുലപ്പെടുത്തുന്നതും ഉത്കണ്ഠപ്പെടുത്തുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മീൻസ് പ്രതികൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അനുകൂലമായല്ല. എന്നാൽ നിങ്ങൾ ഏത് വിഷയത്തെ പ്രതിയാകട്ടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അതൊരു ശുശ്രൂഷകളോടായിരിക്കണമെന്നില്ല, നിങ്ങൾ
ദൈവവചനം പോലും അത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണത് നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കും. കണ്ണു തുടച്ച് നിങ്ങൾ എഴുന്നേൽക്കും, ആശ്വാസത്തോടെ നിങ്ങൾ പുറത്തു വരും. അപ്പോൾ ആ സഹോദരി അങ്ങനെ പോയി. തുടർന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുൻപോട്ട് പോയി. ആ സഹോദരി ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനായി തുടങ്ങി. നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ കേൾക്കുന്ന വാർത്തകളുണ്ടല്ലോ, ഭയപ്പെടുത്തുന്ന വാക്കുകൾ, ഇപ്പോഴത്തെ സമയത്ത് കേൾക്കുന്ന വാക്കുകളൊക്കെ അങ്ങനെ, അതൊന്നും അങ്ങനെ അല്ലാതാക്കി തീർക്കുവാനും, അതുപോലെ ഒന്നും അവൻ മടങ്ങി വരത്തില്ല എങ്ങനെ ജോലിയില്ലാതെ ഉപവസിക്കുവാൻ തയ്യാറാകും. അതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന്, അതൊന്നും നശിച്ചും പോകത്തില്ല, തകർന്നും പോകത്തില്ല. അതിനെയൊക്കെ ആ കേട്ട വാക്കുകളെയൊക്കെ ക്യാൻസൽ ചെയ്യിപ്പിക്കുവാൻ ഉപവാസത്തിന് കഴിയും. അപ്പോൾ സഹോദരി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ചു. നിങ്ങൾക്ക് അവസരമുണ്ട്, കോൺടാക്ട് ചെയ്യാൻ. ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. കൃത്യം 4 വർഷം തികയുന്ന സമയം ആ മാസത്തിൽ ആ സഹോദരൻ നാട്ടിൽ വന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ആ സഹോദരനും സഹോദരിയും കൂടെ ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നു. ഈ 4 വർഷം ഒരു എന്താ പറയുക, ഒരു പ്രഹേളിക എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ പെട്ടെന്നൊരു അർത്ഥം പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അവരെൻ്റെ അടുത്ത് ഒരുപാട് സംസാരിച്ചു. ഞാൻ ഒത്തിരി ടയേർഡുമായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്താണ് പുള്ളി ഇങ്ങനെ മാറി നിന്നതെന്നും, പുള്ളി പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് മാറി നിന്നത്. അതിനുള്ള കാരണം റീസണൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റിയ എന്നുണ്ട്. ആ സഹോദരിയുടെ കരച്ചിലിന് ദൈവം അറുതി വരുത്തി 4 വർഷങ്ങൾക്ക് പുറം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പ്രവചിച്ച് പറയട്ടെ, ചില വർഷങ്ങൾ നിങ്ങളെ ലോകപ്രകാരം ലോകം പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിച്ച, ജീവിച്ചു തുടങ്ങുമാറാക്കിയ ചില വർഷങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു, പഴയതുപോലെ ആക്കി മാറ്റുവാൻ പോകുന്നു. നിൻ്റെ ഭർത്താവ് മടങ്ങി വരും. സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ബ്രദർ, നിൻ്റെ ഭാര്യ മടങ്ങി വരും. ആ വർഷത്തിൻ്റെ കണക്കിനെക്കുറിച്ചല്ല എനിക്ക് പറയുവാനുള്ളത്, ഇടപെട്ട ദൈവത്തെക്കുറിച്ചാണ്. ഓ ആമേൻ. നീ കേൾക്കുന്ന റൂമർ സത്യമാകത്തില്ല. ആ ജോലി നിനക്ക് നഷ്ടപ്പെടത്തില്ല. അവിടെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നീ തിരികെ കയറും. ആ ജോലിയിൽ നീ തിരികെ കയറും. ആ നന്മ നീ തിരികെ പ്രാപിക്കും. ഓ ആമേൻ. മക്കളെ, ആ കോഴ്സ് പഠിച്ചത് വെറുതെയായി തീരുവാൻ, നഷ്ടപ്പെട്ടവനായി നീ മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഇനിയും നീ കരയുവാൻ, ഇനിയും നീ ജോലി തണ്ടി നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്ത. എനിക്ക് തെറ്റിപ്പോയി, നോ, നിനക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കാൻ. മാതാവേ, മക്കൾക്ക് വേണ്ടി, ബ്രാദർ, നിനക്ക് വേണ്ടി ആ കേട്ട വാക്കുകൾ മുഖാന്തരമുള്ള കരച്ചിലിന് അറുതി വരെ. കേട്ട വാക്കുകളെക്കുറിച്ച് പറയണ്ട, ഞങ്ങൾ ഒത്തിരി കേൾക്കുന്നതാണ്, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു വാക്ക് കേട്ട് വലിയ സങ്കടത്തിലായിരുന്നതാണ്. പറയുന്നവർക്കറിയത്തില്ല അവർ പറഞ്ഞ വാക്കുകളെയും അതിനെ തുടർന്നുണ്ടാകുവാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. യെസ്, റെഡിയാണോ? കോണ്ടാക്ട് ചെയ്തോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ആ കരച്ചിലിന് അറുതി വരുത്താം. ഇനിയും ആ വാക്കുകളെ ഓർത്ത് കരയണ്ട. നോക്കൂ, ഞാൻ വായിച്ചു നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവിടെ 46-ാം അധ്യായം 30-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ യോസേഫിനോട്, അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബാണ് കേട്ടോ. യോസേഫ് ആരാണ്? 37-ാം അധ്യായത്തിൽ മരിച്ചുപോയെന്ന് സഹോദരന്മാരുടെ സാക്ഷ്യത്താൽ ഉറപ്പിക്കപ്പെട്ട മകൻ. ആ മകനോട്, ചത്തുപോയെന്ന് സഹോദരന്മാർ സാക്ഷ്യം പറഞ്ഞ മകനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിൻ്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ മരിച്ചാലും വേണ്ട. ഞാൻ ചത്താലും കുഴപ്പമില്ല, നീ കണ്ടല്ലോ, നിങ്ങളത് കാണും. ആമേൻ. സഹോദരി, നിൻ്റെ ഭർത്താവിനെ നീ കാണും. നിൻ്റെ ഭർത്താവായിട്ട് തന്നെ നിൻ്റെ ഭാര്യയെ നീ കാണും. ആ ജോലി അവിടെ നിന്ന് തന്നെ നീ ശമ്പളം വാങ്ങും. നിൻ്റെ അക്കൗണ്ടിൽ അവിടെ നിന്ന് തന്നെ നന്മ വരും. നിൻ്റെ മക്കൾ നിൻ്റെ മക്കളായി തന്നെ നിനക്കൊപ്പം ഉണ്ടാകും. ആ നന്മകൾ, ആ സന്തോഷങ്ങൾ, അത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നിങ്ങളത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഇതുപോലെ പ്രാപിച്ചു സന്തോഷത്തോടെ നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. എല്ലാ ദിവസങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഒരുമിച്ചായിരിക്കുവാൻ അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെ. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച മിസ് ചെയ്യരുത്. ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതായത് ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് വേണ്ടി യൂട്യൂബിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ. അപ്പോൾ
വാട്സപ്പിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം, മെസ്സേജ് ചെയ്യാം. പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് തത്സമയം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പരിമിതിയുണ്ട്. കാരണം അവിടെ നിങ്ങൾ വോയിസ് ഒക്കെ ഇടുന്നതാണെങ്കിൽ കേട്ടിട്ട് പ്രാർത്ഥിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കമൻറ്റ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് നിശ്ചയമായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലിയ ബ്ലെസ്സിങ് ആണ്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു നോക്കൂ. ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ആരാധനയുടെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ സന്തോഷത്തോടെ നിങ്ങൾക്ക് ചിരിച്ച കാര്യങ്ങളൊക്കെ പറയും മടങ്ങാൻ പറ്റും. ഏറ്റവും വലിയ തെളിവ് അതാണ്. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. എന്താ കണ്ടടച്ച വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ചില വാക്കുകൾ മുഖാന്തരം ഭയന്നായിരിക്കുന്നവർ ജോലി സംബന്ധമായി ഇവർ കേട്ട വാക്കുകൾ, ഇനി ഒരിക്കലും ജോലി കിട്ടത്തില്ല, ഇനി അത് നടക്കത്തില്ല, ഇനി തുടരുവാൻ കഴിയത്തില്ല, ആ വാക്കുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ജോലി സംബന്ധമായ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ. വേണ്ട എന്ന് പറഞ്ഞവർ തന്നെ ഇവരെ വേണമെന്ന് പറയുന്ന ആ അത്ഭുതം സംഭവിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഐക്യതയും സമാധാനവും ഉണ്ടാകട്ടെ. സന്തോഷങ്ങളെയും സമാധാനത്തെ കവർന്നുകളെയും എല്ലാ വെല്ലുവിളികളും ഒഴിഞ്ഞു മാറട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഇനി ഒരിക്കലും അമ്മ അപ്പ എന്ന് വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മക്കൾ ആ സ്നേഹത്തോടെ തിരികെ വരട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീരൊപ്പിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. സംശയരോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ കലഹങ്ങളും മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ മാറട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനവും വഴിയിട്ട് രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹിക്കപ്പെട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്കായി തുറക്കപ്പെടട്ടെ. യേശുവേ, വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ELTS, പ്രോമെട്രിക്, OET എക്സാമുകൾ എഴുതി നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. ഇത് അത്ഭുതങ്ങളുടെ ദൈവപ്രവൃത്തിയുടെ ദിവസങ്ങളായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസ് ചർച്ച് കുടുംബത്തിലേക്ക് കൂട്ടി വരുത്തുക എന്ന് ദൈവം വെച്ചാൽ നാളെ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.